നമ്മുടെ ട്വിൻസ് ബേബീസ് ഉണ്ടായ അന്ന് മുതൽ ഞാനും മമ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ട് ഇരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം നാട്ടിൽ പോയി കഴിഞ്ഞാൽ തൊട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ തൊട്ടി കിടത്തി ഉറക്കാം, ആട്ടി ഉറക്കാം, ഈ എടുത്തുകൊണ്ട് നടന്നുള്ള നടപ്പും മാറും, പിന്നെ സേഫ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലക്ഷറിയാണ് ഈ തൊട്ടിൽ. UK ഈ സംഭവം ഇവർ സെൻസറി സ്വിങ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ടെങ്കിലും ഇത് അത്ര അവൈലബിൾ അല്ല കേട്ടോ. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പരതാൻ തുടങ്ങിയൊരു സംഭവമാണ് ഈ തൊട്ടിൽ. അപ്പോൾ എനിക്ക് ഒരു ബേബി ആണെന്നുണ്ടെങ്കിൽ മമ്മി വളരെ സിമ്പിളായിട്ട് മുണ്ടോ സാരിയോ ഒക്കെ ഉപയോഗിച്ച്, അതായത് ഒരു സിംഗിൾ വൂവൺ ക്ലോത്ത് ഉപയോഗിച്ച് തൊട്ടി ഉണ്ടാക്കി തരും. അപ്പോൾ ഇത് ട്വിൻ ബേബീസ് ആയതുകൊണ്ട് നമുക്ക് 2 തൊട്ടിൽ കെട്ടുന്നത് കുറച്ച് അസൗകര്യമാണ്. അപ്പോൾ എനിക്ക് ഒരുമിച്ച് വേണം. അങ്ങനെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വാങ്ങിക്കാനായിട്ട് ഒരിടത്തും കണ്ടില്ല. അങ്ങനെ നാട്ടിൽ വന്ന് ഞാൻ കുറേ പരതി നമ്മൾ പലതരത്തിലുള്ള ട്വിൻ ബേബീസിനുള്ള സ്വിങ്ങുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്കൊരു ലിങ്ക് അയച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. പിന്നെ ഇവർക്ക് 2 പേർക്കും കിടക്കാം. നമ്മുടെ സാധാ നോർമൽ തൊട്ടി പോലെ തന്നെയാണ്. കുറച്ച് ബെഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റം ഓർഡറാണ്. നമ്മൾ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴാണ് ഇവർ നമുക്കിത് ചെയ്ത് തരുന്നത്. ആൻഡ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തുണിയിൽ വരുന്നു. ഇതിനകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡുണ്ട്. പിന്നെ നമുക്ക് കൊതുക് അടിക്കാതിരിക്കും കൊതുക് വലയൊക്കെയുണ്ട്. നാട്ടിൽ ഇത് അത്യാവശ്യമാണ് കൊതുക് വല. അപ്പോൾ ഇത് വന്നു, ഞാൻ അൺപാക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഹുക്സൊക്കെ വളരെ സേഫായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്കൊന്ന് സിംഗിൾ തൊട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ തടി കിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഡബിൾ തൊട്ടിലുകളാണ്. ട്വിൻ തൊട്ടിലാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ തുറന്ന് വെക്കാൻ പാകത്തിന് ഈ നടുക്കുള്ള തടി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കെട്ടി വെച്ച് കഴിയുമ്പോൾ ഈ പണ്ടത്തെയൊക്കെ തടിയുള്ളതും തടിയില്ലാത്തതും ഒക്കെ തൊട്ടിലുകളുണ്ടല്ലോ. എൻ്റെ മൂത്ത ആൾക്ക് തൊട്ടിലിന് തടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കിടന്നു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പമനുസരിച്ച് ഇതിങ്ങനെ തുറന്നിരിക്കലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, മമ്മി ഇങ്ങനെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തൊട്ടി കെട്ടിത്തരും, അങ്ങനെ കെട്ടി തന്നായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ എനിക്ക് 2 പേരെയും സെപ്പറേറ്റ് കിടത്താൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഒറ്റ ഒരെണ്ണം വേണമായിരുന്നു. അങ്ങനെ ഞാൻ മുകളിലത്തെ നിലയിൽ നമുക്ക് ഹുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈ ചെയർ തൂക്കിയിടുന്ന സ്റ്റാൻഡ് വാങ്ങിച്ചു. അപ്പോൾ അതിലാണ് മുകളിൽ നമ്മൾ തൊട്ടി വെക്കുന്നത്. അപ്പോൾ എനിക്ക് തൊട്ടി എടുത്തുകൊണ്ട് മുകളിലോട്ടും താഴോട്ടൊക്കെ പെട്ടെന്ന് പോകാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം താഴെ നമുക്ക് ഹുക്കുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കയറ് കെട്ടിയിട്ട് നമ്മുടെ ഈ സ്പ്രിങ് ഹുക്കും കൂടെ ആഡ് ചെയ്ത് വെച്ച് ഇതിടും. എന്നുവെച്ച് നമുക്ക് അവരെ കിടത്താം. അപ്പോൾ ഇവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്. തുടങ്ങിയ സമയത്ത് ഇവർക്ക് കിടക്കാൻ ഒത്തിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ വൺസ് കിടന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതിൽ കിടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ നമുക്കും പേടിക്കേണ്ട, വളരെ സേഫാണ്. അപ്പോൾ ഇതാണ് എൻ്റെ തൊട്ടി വിശേഷം.